السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാരുണ്യവാനും സൃഷ്ടാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം അനുധാവനം ചെയ്യണമെന്ന് ആമുഖമായി ഓർമ്മിപ്പിക്കുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ റിസാല ഉസൂലുസ് സുന്ന എന്ന റിസാലയാണ് നമ്മൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അഹ്ലു സുന്നത്തിന്റെ അടിസ്ഥാനപരമായ ഉസൂലുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തു വന്നിരുന്നത്. തൊട്ടുമുമ്പുള്ള 2 ക്ലാസുകളിൽ ഈമാനിന്റെ റുക്നുകളിൽ അടിസ്ഥാനപരമായ ഖദറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ചർച്ചയാണ് നമ്മൾ നടത്തി വന്നിരുന്നത്. ഖദറിനെ സംബന്ധിച്ചിടത്തോളം ഈമാനിന്റെ റുക്നുകളിൽപ്പെട്ടതാണ് എന്നും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്നും നമ്മൾ വിശദീകരിച്ചു. അതേപോലെ തന്നെ ഈമാൻ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, അതിന്റെ ആശയം എന്താണ്, ആ കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. അതോടൊപ്പം തന്നെ ഖദറിലുള്ള വിശ്വാസത്തിന്റെ 4 റുക്നുകളെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു. അള്ളാഹുവിന്റെ ഇൽമ്, അതേപോലെ തന്നെ കിതാബത്ത്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ മശിയത്ത്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഖൽഖ്, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ വിശദീകരിച്ചു. ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങളാണ്. ഈമാൻ കാര്യങ്ങളുടെ അർക്കാനുകളിൽപ്പെട്ടതാണ്. ഈ വിഷയത്തിൽ അബദ്ധം സംഭവിച്ചാൽ അവൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ അതിന്റെ ആശയങ്ങളിൽ തന്നെ അബദ്ധം സംഭവിക്കും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി തന്നെ ഈ ഗ്രന്ഥത്തിൽ വിശദീകരിച്ചത് ഖദറിലുള്ള വിശ്വാസം എന്നത് അഹ്ലുസുന്നത്തിന്റെ അടിസ്ഥാനപരമായ ആദർശത്തിൽപ്പെട്ടതാണ്. മാത്രമല്ല, ഈ ആദർശങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു വിഷയം അതൊരാൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ, അതൊരാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവൻ അഹ്ലുസുന്നയിൽ പെട്ടവനല്ല എന്നതാണ്. ഏതെങ്കിലും ഒന്ന് നിഷേധിച്ചാൽ മതി. അതിൽ ഒന്നാമത്തെ വിഷയമായിട്ടാണ് ഖദറിലുള്ള വിശ്വാസത്തെ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞതാൽ ഈമാനു ബിൽ ഖദരി ഖൈരിഹി വ ശർരിഹി, ഖദറിലുള്ള വിശ്വാസം അത് ഖൈറാണെങ്കിലും ഷർറാണെങ്കിലും
ഖദറിൽ വിശ്വസിക്കുക എന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനപരമായ നിർബന്ധമായും വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽപ്പെട്ടതാണ്. വത്തസ്ദീഖു ബിൽ അഹാദീസി ഫീഹി, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകളെ സത്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാണ്. വൽ ഈമാനു ബിഹി, ആ വിഷയത്തിൽ വന്നിട്ടുള്ള ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ആയത്തുകളെ ഹദീസുകളെ അതിൽ വിശ്വസിക്കുക. ലാ യുഖാലു, ചോദിക്കരുത്, ലിമ, എന്തുകൊണ്ട്, വലാ കൈഫ്, എങ്ങനെ എന്ന് ചോദിക്കരുത്. അപ്പോൾ നമ്മൾ വിശദീകരിച്ചു വന്നതിന്റെ ബാക്കിയാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ അതെന്ത്, അതെങ്ങനെ എന്നതൊരിക്കലും ചോദിക്കരുത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പൊതുവായ തത്വമാണ്. പ്രമാണം സ്ഥിരപ്പെട്ട വിഷയത്തിൽ പിന്നെ അത് ചോദ്യം ചെയ്യാതെ അംഗീകരിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അത് തൗഹീദിന്റെ വിഷയത്തിലാണെങ്കിലും പ്രത്യേകിച്ചും അസ്മാ സിഫാത്തുകളുടെ കാര്യത്തിലാണെങ്കിലും അതല്ലാത്ത കർമ്മപരമായ കാര്യങ്ങളിലാണെങ്കിലും ലിമ, കൈഫ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരു വിശ്വാസിയിൽ നിന്ന് ഉണ്ടാവതല്ല, പാടുള്ളതല്ല എന്നത് നമ്മൾ വിശദീകരിച്ചു. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് അസ്മാ വസിഫാത്തുകളിൽ ഈ ചോദ്യം ഉന്നയിക്കുക എന്നത്. മുമ്പ് നമ്മളൊരു ഉദാഹരണം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ സിഫത്തുകൾ അത് ഖുർആനിലും ഹദീസിലും വന്നതുപോലെ വിശ്വസിക്കണം. അള്ളാഹുവിന്റെ വജ്ഹിനെ കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ യദ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഐന്, അല്ലെങ്കിൽ ഇസ്തിവ, ഇങ്ങനെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് പറയുമ്പോൾ അതിന്റെ രൂപം പറയാനോ ഉപമിക്കാനോ അതിനെ നിഷേധിക്കാനോ അത് എങ്ങനെയെന്ന് പറയാനോ പാടില്ല എന്നത് നമ്മൾ മുമ്പ് വിശദീകരിച്ചു. മാത്രമല്ല ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലഹിയുടെ മുമ്പിൽ വെച്ചുണ്ടായൊരു സംഭവം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇസ്തിവായിനെ സംബന്ധിച്ച് വിശദീകരിച്ചു കൊണ്ടിരിക്കുന്ന അദ്ദേഹത്തോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചു. കൈഫൽ ഇസ്തിവ, അള്ളാഹു അവന്റെ സിംഹാസനത്തിൽ അവന്റെ അർശിൽ ഇസ്തിവ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ, ആ ഇസ്തിവ എങ്ങനെ? ഇപ്പൊ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ നമുക്ക് പഠിപ്പിച്ചിരുന്നത് ലാ യുഖാലു, ചോദിക്കരുത് എന്നതാണ്. ലിമ എന്നോ കൈഫ എന്നോ ചോദിക്കരുത് എന്നതാ. അവിടെ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലഹിയോട് ചോദിക്കുന്നത് എങ്ങനെയാണ് ഇസ്തിവ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങനെ ചോദിക്കരുത് എന്നാണ്. അപ്പൊ ഇതേ അഖീദ തന്നെയാണ് എല്ലാവർക്കും ഉള്ളത്. അഹ്ലുസുന്നത്തിന്റെ ആളുകൾക്കൊക്കെ ഇതേ അഖീദയാണ്. അതുകൊണ്ടാണ് ആ ചോദ്യം കൈഫൽ ഇസ്തിവ, എങ്ങനെയാണ് ഇസ്തിവ എന്ന് ചോദിച്ച ഒരാളോട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പ്രതികരിച്ചത് അൽ ഇസ്തിവാഉ മഅലൂമുൻ, ഇസ്തിവ എന്നത് പ്രമാണങ്ങളെ കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, അത് അറിയപ്പെട്ടതാണ്. വൽ കൈഫ് മജ്ഹൂലുൻ, എന്നാൽ കൈഫ് അത് മജ്ഹൂലാണ്, അതെങ്ങനെയാണ് അത് നമുക്ക് അറിയില്ല. അതിനെ സംബന്ധിച്ച് ഇവിടെ കണ്ടോ, ലിമ വല കൈഫ്, എങ്ങനെ എന്ന് ചോദിക്കരുത്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന് കൊടുക്കുന്ന മറുപടി വൽ കൈഫു മജ്ഹൂലുൻ, അതിന്റെ കൈഫിയത്ത് അത് മജ്ഹൂലാണ്. അള്ളാഹുവിന് യദ്, അള്ളാഹുവിന് വജ്ഹ് ഉണ്ട് എന്ന് പറയുമ്പോൾ അതൊരിക്കലും സൃഷ്ടികളുടെ ഇതുപോലെയല്ല, അല്ലെങ്കിൽ സൃഷ്ടികളുടെ വജ്ഹ് പോലെയല്ല. അള്ളാഹുവിന് ഉദാഹരണങ്ങൾ ഉണ്ടാക്കരുത്, അള്ളാഹുവിന് ഉപമകൾ ഉണ്ടാക്കരുത്. അള്ളാഹുവിനെ പോലെ മറ്റൊരാളുമില്ല, അള്ളാഹുവിനെ പോലെ മറ്റൊന്നുമില്ല. അതൊക്കെ ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ടതാണ്. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു വൽ ഈമാനു ബിഹി വാജിബുൻ, അതിൽ വിശ്വസിക്കുക എന്നത് നിർബന്ധമാണ്. ഇതിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് വത്തസ്ദീഖു ബിൽ അഹാദീസി ഫീഹി,
വൽ ഈമാനു ബിഹ ലാ യുഖാലു ലിമ വലാ കൈഫ് ഇന്നമാ ഹുവ അത്തസ്ദീഖു വൽ ഈമാനു ബിഹ. ഇത് തന്നെയാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയും പറയുന്നത്. അപ്പൊ സാധാരണ നമ്മള് ഇമാം ഷാഫി അല്ലെങ്കിൽ ഇമാം മാലിക് അല്ലെങ്കിൽ ഇമാം അഹമ്മദ് അല്ലെങ്കിൽ അബു ഹനീഫ എന്നൊക്കെ പറയുമ്പോ അവരൊക്കെ ചീത്ത പറഞ്ഞെങ്കിലേ മുജാഹിദ് ആകുള്ളൂ എന്നാണ് നമ്മുടെയൊക്കെ പലരുടെയും ധാരണ, പ്രത്യേകിച്ചും കേരളത്തിലെ ആളുകളുടെ ധാരണ. അവരൊക്കെ 4 ചീത്ത പറയണം. അമാനി മൗലവിയെ ചീത്ത പറയാൻ പാടില്ല. അതേപോലെ തന്നെ നമ്മുടെ പ്രഗത്ഭരായ പണ്ഡിതന്മാരെ ചീത്ത പറഞ്ഞ ചിലപ്പോൾ സംഘടനയിൽ തന്നെ പുറത്താക്കും. പക്ഷെ ഇമാം മാലിക് ഏതാ ഇമാം മാലിക് അല്ലെങ്കിൽ ഏതാ ഇമാം ഷാഫി, എന്ത് ഇമാം ഷാഫി, ഇങ്ങനെ ഈ 4 മദ്ഹബിന്റെ ഇമാമുകളെ ചീത്ത പറഞ്ഞെങ്കിലേ മുജാഹിദാകൂ എന്ന് വിശ്വസിക്കുന്ന ആളുകൾ പോലും നമുക്കിടയിലുണ്ട്. യഥാർത്ഥത്തിൽ അവർ അഹ്ലുസുന്നന്റെ ഇമാമിങ്ങളാണ്, സലഫികളുടെ ഇമാമിങ്ങളാണ്. അവര് സലഫികളുടെ ഇമാമുകളാണ്, അല്ലെങ്കിൽ അഹ്ലുസുന്നയുടെ ഇമാമുകളാണ് ഈ 4 മദ്ഹബിന്റെ ഇമാമുകളും അല്ലാത്ത ഇമാമുകളും. അവരുടെ അഖീദയാണ് നമ്മുടെ അഖീദ. നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവര് നമ്മുടെ ഇമാമിങ്ങളാണ്. അവരെ ചീത്ത പറയാനോ അവരെ അനാദരിക്കാനോ അവരോട് അനാദരവ് കാണിക്കാനോ ഒന്നും പാടില്ല. അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. എന്താണെങ്കിലും വൽ ഈമാനു ബിഹി വാജിബുൻ. അപ്പൊ ഇസ്തിവായിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ രൂപം, അതാണ് നമ്മുടെ വിഷയത്തിൽ വന്നത്. അത് ഖദറിനെ സംബന്ധിച്ചാണെങ്കിലും ശരി, അല്ലാത്ത വിഷയങ്ങളിലാണെങ്കിലും ശരി, അത് അള്ളാഹുവിന്റെ യുക്തിക്കനുസരിച്ച് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ തീരുമാനത്തിനനുസരിച്ച് അള്ളാഹ് ഈ പ്രപഞ്ചത്തിൽ ഈ ലോകത്ത് പലതും ചെയ്യും. അപ്പൊ അതൊന്നും ചോദ്യം ചെയ്യാനോ അത് അംഗീകരിക്കാതിരിക്കാനോ അതെന്താ അല്ലെങ്കിൽ അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആയി, ഇതൊന്നും പറയാൻ പാടില്ല. എന്നിട്ട് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി അതിന്റെ അവസാനം പറഞ്ഞത് വസ്സുആലു അൻഹു ബിദ്അഹ്, അതിനെക്കുറിച്ച് ചോദിക്കുക എന്നത് തന്നെ ബിദ്അത്താണ്. അപ്പൊ അത് ഇസ്തിവാനെ സംബന്ധിച്ച്. ഇതേപോലെ തന്നെ അള്ളാഹുവിന്റെ നുസൂല്, അള്ളാഹു രാത്രിയുടെ അന്ത്യസമയത്ത് 1-ാം ആകാശത്തേക്ക് ഇറങ്ങും എന്ന് പറയുന്ന ഹദീസ്, അതിനൊക്കെ പരിഹസിക്കുകയാണ് പല ആളുകളും. എങ്ങനെയാണ് അള്ളാഹ് ഇറങ്ങുക, എന്നിട്ട് അള്ളാഹ് ഇറങ്ങുന്ന രൂപത്തെക്കുറിച്ച് പരിഹസിക്കുക. അപ്പൊ അമേരിക്കയിൽ രാത്രിയാകുമല്ലോ, നമ്മുടെ ഇന്ത്യയിൽ പകലാകുമ്പോ അപ്പൊ അള്ളാഹ് കുടുങ്ങിപ്പോകുമല്ലോ. ഈ രൂപത്തിലൊക്കെ അള്ളാഹുവിന്റെ ഈ സിഫത്തുകളെ പരിഹസിക്കുകയാണ്. അപ്പൊ അള്ളാഹ് ഇറങ്ങും, അള്ളാഹിന്റെ നുസൂല്, അത് ലിമ എന്തുകൊണ്ട് അങ്ങനെ, അല്ലെങ്കിൽ വക്കൈഫ് എങ്ങനെയാണ് അള്ളാഹ് ഇറങ്ങുന്നത്, അത് ചോദിക്കരുത്. അതിന്റെ കൈഫിയത്ത് നമുക്കറിയില്ല. അതിനെക്കുറിച്ച് ചോദിക്കുക എന്നത് തന്നെ എന്താണ്, ബിദ്അത്താണ്. അതാണ് ഈ വിഷയത്തിൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതേപോലെ തന്നെയാണ് ഓരോന്നും. അള്ളാന്റെ ഇൽമ്, എങ്ങനെയാണ് അള്ളാന്റെ ഇൽമ്, അല്ലെങ്കിൽ അള്ളാന്റെ കേൾവി, അതെങ്ങനെയാണ് അള്ളാഹുവിന്റെ കേൾവി, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ബസർ, അതെങ്ങനെയാണ്, എന്നിട്ട് അതിന് മറ്റുള്ള രൂപത്തിലുള്ള ഉപമകൾ കൊടുക്കുക, ഉദാഹരണങ്ങൾ കൊടുക്കുക. ആ രൂപത്തിലുള്ള കാര്യങ്ങളൊന്നും സത്യവിശ്വാസികൾ ചെയ്യരുത് എന്നുള്ളതാണ്. ഇത് ഖളാ ഖദറിന്റെ വിഷയത്തിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അള്ളാഹുവിന്റെ ഓരോ പ്രവർത്തനങ്ങളും അതിലൊരു ഹിക്മത്ത് ഉണ്ടാകും. കാരണം അള്ളാഹു അലീമാണ്. ആ ഹിക്മത്തിനനുസരിച്ചായിരിക്കും അള്ളാഹു ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ സിഫാത്തുകളിൽ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഗൈബിയായ വിഷയങ്ങളിലൊക്കെ തന്നെ നമ്മൾ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ ചോദ്യം ചെയ്യരുത്. പ്രത്യേകിച്ചും ഖളാ ഖദറിന്റെ വിഷയം പല ആളുകളും അങ്ങനെ ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അള്ളാഹു കുറെ ആൾക്കാരെ പാവങ്ങളായി സൃഷ്ടിച്ചത്, ചോദിക്കാൻ പാടില്ല എന്നുള്ളതാ. കാരണം അള്ളാഹുവിന്റെ ഹിക്മത്ത് ഉണ്ട് അതില്. അതേപോലെ തന്നെ അള്ളാഹു കുറെ ആളുകളെ ആലിമീങ്ങളാക്കി, കുറെ ആളുകളെ ജാഹിലീങ്ങളാക്കി, കുറെ ആളുകൾ ഫക്കീറന്മാര്, കുറെ ആളുകൾ പിന്നെ പണക്കാര്, ചില ആളുകൾ വികലാംഗര്, ചില ആൾക്കാർ ബുദ്ധി ഉള്ളവര്, ബുദ്ധി ഇല്ലാത്ത ആൾക്കാര്, എങ്ങനെ പലതുമായിട്ട് അള്ളാഹ് സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ അത് വിശുദ്ധ ഖുർആൻ തന്നെ അത് പറഞ്ഞു. അത് അള്ളാഹു അവന്റെ ഹിക്മത്തിനനുസരിച്ച് അള്ളാഹു ആ കാര്യങ്ങള് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം നമുക്ക് ആർക്കും ഇല്ല. വിശുദ്ധ ഖുർആനിൽ ആ വിഷയത്തിൽ ഒരു ആയത്ത് തന്നെ, നിരവധി ആയത്തുകളുണ്ട്. അതിൽ ഒരായത്ത് സൂറത്ത് അംബിയായിലെ ആയത്താണ്. ആയത്തിൽ അള്ളാഹു പറയുന്നത് ഇങ്ങനെ അള്ളാഹു ചെയ്യുന്ന കാര്യങ്ങളെ
ചോദ്യം ചെയ്യരുത് എന്നുള്ളതാണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു, അല്ലാഹ് ചെയ്യുന്നതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുകയില്ല. എന്നാൽ വഹും യുസ്അലൂൻ, അവർ ചോദിക്കപ്പെടും. അപ്പൊ അള്ളാഹു അവന്റെ ഹിക്മത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യും. അംബിയ 23-ാമത്തെ ആയത്താണ്. ലാ യുസ്അലു അമ്മാ യഫ്അലു, അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അള്ളാഹ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് ചോദ്യം ചെയ്യരുത്. എന്നാൽ വഹും യുസ്അലൂൻ, ചോദ്യം നമ്മളോടായിരിക്കും. അവരാകട്ടെ ചോദിക്കപ്പെടുന്നവരുമാണ്. അപ്പൊ അത് അള്ളാഹുവിന്റെ ഹിക്മത്തിനനുസരിച്ച് അള്ളാഹു കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അത് ചോദ്യം ചെയ്യരുത്. ലോകത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് പിന്നിലും എന്തുണ്ട്? അതിൽ അള്ളാഹുവിന്റെ തീരുമാനമുണ്ട്. ഇന്ന റബ്ബക അലീമുൻ ഹക്കീം, യൂസുഫിലെ 6-ാമത്തെ ആയത്ത്. അപ്പൊ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ എന്ത് ചെയ്യരുത്? ചോദ്യം ചെയ്യരുത് എന്നുള്ളതാണ് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട തത്വം നമ്മുടെ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാര് പറഞ്ഞത് എന്താ വെച്ചാല്, ഇത്തരത്തിലുള്ള ഏത് വിഷയങ്ങളാകട്ടെ, പ്രത്യേകിച്ചും സിഫാത്തുകളുടെ അതേപോലെ തന്നെ അള്ളാഹുവിന്റെ അസ്മാകളുടെ വിഷയമാകട്ടെ, അത്തരത്തിലുള്ള വിഷയങ്ങളിൽ നമ്മൾ സ്വീകരിക്കേണ്ട നിലപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള ഒരു പൊതു തത്വം അമിർ റൂഹ കമാ ജാഅത്ത് എന്നതാണ്. വന്ന പോലെ വിശ്വസിക്കണം. അമിർ റൂഹ എന്ന് പറഞ്ഞാല് അതിനെ നിങ്ങൾ തുടർത്തണം, അല്ലെങ്കിൽ അതിനെ നിങ്ങൾ മനസ്സിലാക്കണം, അതിനെ നിങ്ങൾ പരിഗണിക്കണം. ഏതുപോലെ? കമാ ജാഅത്ത്, പ്രമാണങ്ങളിൽ വന്നതുപോലെ. അപ്പൊ അത് ചോദ്യം ചെയ്യാനോ, അതെങ്ങനെയെന്ന് പറയാനോ, അത് ഇന്ന പോലെയാണ് എന്ന് പറയാനോ അതൊന്നും അള്ളാഹു നമുക്ക് അനുവദിച്ചു തന്നിട്ടില്ല. ഇതാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി റിസാലയിൽ നമുക്ക് പഠിപ്പിച്ചിരുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒന്ന്. ഈ ഖദറുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്നിടത്താണ് ഇത് പറഞ്ഞത്. ലാ യുഖാലു, പറയരുത്, ചോദ്യം ചെയ്യരുത്. ലിമ, എന്തുകൊണ്ട്, വല കൈഫ്, എങ്ങനെ, ഇതൊന്നും ചോദ്യം ചെയ്യാതെ അത് അംഗീകരിക്കണം, അതനുസരിക്കണം. ഇന്നമാ ഹുവ അത്തസ്ദീഖ്, അതെന്ത് മാത്രമാണ്? തസ്ദീഖ് മാത്രമാണ്. എന്താ തസ്ദീഖ്? സത്യപ്പെടുത്തൽ മാത്രമാണ്. ഇന്നമാ ഹുവ തസ്ദീഖ്, അത് സത്യപ്പെടുത്തൽ മാത്രമാണ്. അതേപോലെ തന്നെ വൽ ഈമാനു ബിഹ, അതിൽ വിശ്വസിക്കൽ മാത്രമാണ്. ഇനിത് മാത്രമല്ല, ഇതിന്റെ ഗൗരവം പറയാനൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അഖീദത്തു ത്വഹാവിയ. അതിൽ ഈ ഖദറിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ പറഞ്ഞത് അറിയോ? വഅസ്ലുൽ ഖദരി സിറുല്ലാഹി തആല ഫീ ഖൽഖിഹി, ഖദറിന്റെ അടിസ്ഥാനം അത് അല്ലാഹ് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. അത് അല്ലാഹ് എന്റെ അടുത്ത് അതെന്താണ്? സിറാക്കി വെച്ചിരിക്കുകയാണ്. അത് അള്ളാഹിന്റെ രഹസ്യമാണ്. അതിന്റെ യുക്തി, അതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ തരാൻ പോയിട്ട് കാര്യമല്ല. ഖദർ, അദ്ദേഹം പറഞ്ഞ വാചകം അങ്ങനെയാണ്. വഅസ്ലുൽ ഖദരി സിറുല്ലാഹി തആല ഫീ ഖൽഖിഹി. എന്നിട്ട് അദ്ദേഹം പറയുന്നത് ലം യത്വലി അലാ ദാലിക മലക്കുൻ മുഖറബുൻ വലാ നബിയ്യുൻ മുർസലുൻ, ഒരു നബിക്കോ ഒരു മലക്കിനോ പോലും അതിന്റെ രഹസ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധ്യമല്ല. ആരും അത് മനസ്സിലാക്കിയിട്ടില്ല, ആർക്കും അത് എത്തിപ്പിടിക്കാൻ സാധ്യമല്ല ഈ ഖദറിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ അതിൽ വന്നിട്ടുള്ള ഹദീസുകൾ അത് അങ്ങനെ തന്നെ അംഗീകരിക്കുക എന്നുള്ളതാണ്. ഖദറിന്റെ കാര്യത്തിലാണെങ്കിലും അല്ലാത്ത വിഷയങ്ങളിലാണെങ്കിലും. ഇവിടെ ഇമാം ത്വഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പ്രത്യേകം എടുത്തു പറഞ്ഞത് ഖദറിനെ സംബന്ധിച്ചാണ്. അത് സിറുള്ള എന്നാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അതൊരു മലക്കിനോ ഒരു നബിക്കോ അത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല, അതറിയാൻ സാധിച്ചിട്ടില്ല. എന്നിട്ട് അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ അവസാന ഭാഗത്ത് പറയുന്നത് എന്താ അറിയോ? ഫഇന്നല്ലാഹ തആല, തീർച്ചയായും അള്ളാഹു തൊവ,
അള്ളാഹ് ചുരുട്ടി വെച്ചിരിക്കുകയാണ്, ചുരുട്ടി പിടിച്ചിരിക്കുന്നു. ഇൽമൽ ഖദരി, ഖദറിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഇൽമ്, അൻ അനാമിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്നും. കണ്ടോ? അപ്പൊ നേരത്തെ പറഞ്ഞ നമ്മള് ഖദറിന്റെ ആ 4 മർത്തബകള്, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അള്ളാഹു ഓരോന്നും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെന്നാ. അപ്പോ ആ രേഖപ്പെടുത്തി വെച്ചത്, അതേപോലെ തന്നെ അള്ളാഹുവിന്റെ ഖദറുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങള്, അതൊക്കെ അള്ളാഹുവിന്റെ ഹിക്മത്തിനനുസരിച്ച് അള്ളാഹ് അലീമാണ്, അള്ളാഹു ഹക്കീമാണ്, അതിനനുസരിച്ച് അള്ളാഹു കാര്യങ്ങൾ ചെയ്യും. അതെന്തുകൊണ്ട്, അതെങ്ങനെ, അത് ചോദ്യം ചെയ്യാനുള്ള അധികാരം അള്ളാഹുവിന്റെ സൃഷ്ടികൾക്കില്ല. കാരണം ഫഇന്ന അല്ലാഹ തആല, തീർച്ചയായും അള്ളാഹു ത്വവാ, ചുരുട്ടി വച്ചിരിക്കുന്നു. ഇൽമൽ ഖദരി, ഖദറിനെ സംബന്ധിച്ചുള്ള ഇൽമ്, അൻ അനാമിഹി, അവന്റെ സൃഷ്ടികളിൽ നിന്നും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രമാണങ്ങളിൽ വന്നത് അത് അംഗീകരിക്കുക. എന്നിട്ട് അദ്ദേഹം പറയുന്ന ഒരു വാചകം കൂടി, വനഹാഹും, അള്ളാഹു അവരെ വിരോധിച്ചു, അൻ മറാമി, ആ വിഷയത്തിൽ തർക്കിക്കുന്നത്, ആ വിഷയത്തിൽ തർക്കിക്കുന്നത് അള്ളാഹു വിരോധിച്ചിട്ടുണ്ട്. അത് അള്ളാഹ് ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്ത് നടപ്പിലാക്കുന്ന അള്ളാഹുവിന്റെ മാത്രം രഹസ്യത്തിൽപ്പെട്ട കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ആയത്ത് ഉദ്ധരിക്കുന്നു, ലാ യുസ്അലു അമ്മാ യഫ്അലു വഹും യുസ്അലൂൻ എന്ന ആയത്ത് ഉദ്ധരിച്ചിട്ട് അദ്ദേഹം പറയുന്ന കാര്യം എന്താ അറിയോ? ഇമാം അഹ്മദ് ബിൻ ഹംബൽ ഇവിടെ ഉദ്ദേശിച്ചല്ലോ. അദ്ദേഹം പറയുന്നത്, ഫമൻ സഅല, ആരെങ്കിലും ചോദിച്ചാൽ, ലിമ ഫഅല, എന്തുകൊണ്ട് അള്ളാഹ് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്തു, ലിമ ഫഅല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എന്തുകൊണ്ട് അത് പ്രവർത്തിച്ചു എന്നാരെങ്കിലും ചോദിച്ചാൽ, ഫഖദ് റദ്ദ ഹുക്മൽ കിതാബി, അവൻ അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിന്റെ ഹുക്മ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പൊ നമ്മൾ പലരും ചോദിക്കാറുള്ള ചോദ്യങ്ങളാണ് ഈ വിഷയത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ. അള്ളാഹ് എന്നെ മാത്രം എന്തിനിങ്ങനെ സൃഷ്ടിച്ചു, എനിക്ക് മാത്രമെന്നും പ്രയാസങ്ങള്, എനിക്ക് മാത്രമെന്നും ദുരിതങ്ങള്, അല്ലെങ്കിൽ അള്ളാഹ് എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്, ഇതൊന്നും അള്ളാഹ് കാണുന്നില്ലേ, ഇതൊന്നും അള്ളാഹ് അറിയുന്നില്ലേ, എന്റെ വിഷമങ്ങളൊന്നും അള്ളാഹ് മനസ്സിലാക്കുന്നില്ലേ, അല്ലെങ്കിൽ അള്ളാഹ് എന്താണ് അങ്ങനെ ചെയ്യുന്നത്? ഇങ്ങനെ പ്രത്യേകിച്ചും ഈ ഖദാ ഖദറുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും, പ്രത്യേകിച്ചും രോഗങ്ങൾ വരുന്ന സന്ദർഭത്തിൽ, മനുഷ്യനൊരു മുസീബത്ത് വരുന്ന സന്ദർഭത്തിൽ അള്ളാഹിനെ തന്നെ മറന്നിട്ട് ചിലപ്പോൾ അവന് സംസാരിക്കും, എന്നെ അള്ളാഹ് പ്രയാസപ്പെടുത്തണം, എന്നെ അള്ളാഹ് ബുദ്ധിമുട്ടിപ്പിക്കണം, എന്തിനങ്ങനെ ചെയ്യുന്നത്? അപ്പൊ അത് ചോദ്യം ചെയ്യരുത് എന്നുള്ളതാണ്. അത് അങ്ങനെ തന്നെ അത് വിശ്വസിക്കണം. എന്നിട്ട് ഇമാം ത്വഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ആരെങ്കിലും ചോദിച്ചാൽ ലിമ ഫഅല, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഫഖദ് റദ്ദ, അവൻ തള്ളിയിരിക്കുന്നു, ഹുക്മൽ കിതാബി, അള്ളാഹുവിന്റെ കിതാബിന്റെ വിധി, അതിനെ അവൻ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വമൻ റദ്ദ ഹുക്മൽ കിതാബി, ആരെങ്കിലും അള്ളാഹുവിന്റെ കിതാബിന്റെ വിധിയെ തള്ളിയാൽ, കാന മിനൽ കാഫിരീൻ. കണ്ടോ ഇതിന്റെ ഗൗരവം മനസ്സിലായോ? കാന മിനൽ കാഫിരീൻ, അവൻ കാഫിരീങ്ങളിൽ പെട്ടവനാണ്, അവൻ കാഫിരീങ്ങളിൽ പെട്ടവനാണ്. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ പറഞ്ഞ ഖദറിന്റെ ആ 4 റുക്കിനുകളും മനസ്സിലാക്കണം. കാരണം ഈ 4 റുക്കിനുകളിൽ 4നെയും തള്ളിക്കളയുന്നവരുണ്ട്, അതിൽ 3 മാത്രം അംഗീകരിക്കുന്നവരുണ്ട്, അതിൽ 2 അംഗീകരിക്കുന്നവരുണ്ട്, 2 നിഷേധിക്കുന്നവരുണ്ട്. അതൊക്കെ അഹ്ലുസുന്നത്ത് പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരായ ആശയങ്ങളാണ്. അതുകൊണ്ടാണ് ആ 4 മർത്തബകളിൽ നമുക്ക് അബദ്ധങ്ങൾ വരാൻ പാടില്ല. അത് ഓരോന്നും വിശദീകരിച്ച് പഠിക്കേണ്ടതാണ്. അപ്പൊ നമ്മള് പല വിഷയങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കാറുണ്ട്, പക്ഷെ ഇതൊക്കെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഏത് ഈമാനിന്റെ തന്നെ റുക്കിനുകളെ സംബന്ധിച്ചുള്ള ചർച്ചയാണത്. ഇവിടെ തന്നെ നമുക്ക് അബദ്ധം പറ്റിയാല് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായിരിക്കും? ഇത് റുക്കിനാണല്ലോ. അപ്പൊ അത് നമ്മൾ നേരത്തെ പറഞ്ഞ 4 ആ 4 ചിലത് അംഗീകരിക്കുന്നവരുണ്ട്, ചിലത് അംഗീകരിക്കാതിരിക്കുന്നവരുണ്ട്. അപ്പൊ അത് ശരിക്കും പഠിച്ച് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷെ നമ്മുടെ വിശ്വാസം എന്താകും? ഖദരിയത്തിന്റെ വിശ്വാസമാവും.
അല്ലെങ്കിൽ ഇതിൽ മൂന്നെണ്ണേ നമ്മൾ അംഗീകരിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം ചിലപ്പോൾ എന്താവും? ജഹ്മിയത്തിന്റെ അല്ലെങ്കിൽ മുർജിയത്തിന്റെ മുഅ്തസിലത്തിന്റെ ഒക്കെ വിശ്വാസമാകും. അപ്പൊ അതെന്താണ് എന്നുള്ളത് കൃത്യമായി അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പഠിപ്പിച്ചതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഇമാം തഹാവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താണ്? അവൻ അള്ളാഹുവിന്റെ കിതാബിന്റെ ഹുക്കുമിനെ തള്ളിക്കളഞ്ഞു. ഒരാള് അങ്ങനെ അള്ളാഹ് പറഞ്ഞൊരു കാര്യത്തെ ഒരാൾ തള്ളിയാൽ അവൻ കാനമിനൽ കാഫിരീൻ, അവൻ കാഫിര്യങ്ങളിൽ പെട്ടവനാണെന്നാ. അതുകൊണ്ടാണ് ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞ എന്താ? അഹ്ലുസുന്നയിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആ കാര്യങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒന്ന് ഖസ്ലതൻ, ഏതെങ്കിലും ഒരു വിഷയം നമ്മളെ കേരളത്തിലെ ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ പറയാറുള്ളത് ഞങ്ങളെ ഹദീസ് രണ്ടാം പ്രമാണമായിട്ട് അംഗീകരിക്കുന്നുണ്ടല്ലോ എന്നുള്ളതാ അവര് പറയാറുള്ളത്. എന്നിട്ട് ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ അവര് തള്ളും ചെയ്യും. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഇതിൽപ്പെട്ട ഏതെങ്കിലും ഖസ്ല, ഏതെങ്കിലും ഒരു കാര്യം, ഏതെങ്കിലും ഒരു വിഷയത്തെ ആരെങ്കിലും അംഗീകരിക്കാതിരുന്നാൽ, അത് വിശ്വസിക്കാതിരുന്നാൽ, അത് സ്വീകരിക്കാതിരുന്നാൽ അവൻ അഹ്ലുസുന്നയിൽ പെട്ടവനല്ല എന്നുള്ളത് നമ്മൾ പറഞ്ഞതല്ല. അത് ഇമാം സുന്ന ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്. അപ്പൊ ഇത് അഖീദത്ത് തഹാവിയിലെ ചില വരികളാണ്. അത് നമുക്ക് ഉപകാരപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അത് വായിച്ചത്. അപ്പൊ അതാണ് അതിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കേണ്ടത്. ലാ യുഖാലു ലിമ വലാ കൈഫ ഇന്നമാ ഹു അത്തസ്ദീഖ്. പിന്നെന്താണ്? അത് തസ്ദീഖ് മാത്രമാകുന്നു. വൽ ഈമാൻ ബിഹ, അതിൽ വിശ്വസിക്കൽ മാത്രമാകുന്നു. ആ പ്രമാണങ്ങളിൽ വന്നത് എന്താണോ അത് അംഗീകരിക്കൽ മാത്രമാകുന്നു. വമൻ ലം യഅരിഫ്, ഇത് വായിച്ചിട്ടുണ്ടോ? വമൻ ലം യഅരിഫ്. ഇനി വമൻ ഒരുത്തൻ, ഒരാൾ, ലം യഅരിഫ് അവനെ തിരിഞ്ഞിട്ടില്ല, അവന് മനസ്സിലായില്ല, അവൻ അറിഞ്ഞില്ല തഫ്സീർ അൽ ഹദീസി, ഒരു ഹദീസിന്റെ തഫ്സീർ. പ്രത്യേകിച്ചും അൽ ഹദീസ്, ഇവിടെ ആ ഖദറിന്റെ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസ്, അതല്ലാത്തതുമാകാം. വമൻ ലം യഅരിഫ്, ഇനി ഒരാൾക്ക് തിരിഞ്ഞിട്ടില്ലെങ്കിൽ, ഒരാൾക്ക് തിരിഞ്ഞിട്ടില്ല, ലം യഅരിഫ് അവന് മനസ്സിലായിട്ടില്ല, തഫ്സീർ അൽ ഹദീസി ഒരു ഹദീസിന്റെ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഒരു ഹദീസിന്റെ തഫ്സീർ, വിശദീകരണം. വയബ്ലുഹു അഖലഹു, ബലഗ എത്തുക, പ്രാപിക്കുക. ബലഗ യബ്ലുഹു, വയബ്ലുഹു ലം, അത് മറ്റേ ഇതിക്ക് മടങ്ങും. ലം യബ്ലുഹു അങ്ങനെ വരും. ബലഗ എത്തുക, മനസ്സിലാക്കുക, പ്രാപിക്കുക, അതിനർത്ഥം പറയാം. അപ്പൊ ഒരാൾക്ക് ഒരു ഹദീസിന്റെ തഫ്സീർ മനസ്സിലായിട്ടില്ല, ഹദീസ് അതിന്റെ വിശദീകരണം ഒരാൾക്ക് തിരിഞ്ഞിട്ടില്ല എന്ന് കരുതുക. അതേപോലെ തന്നെ അഖലഹു, അഖല് ബുദ്ധി, അവന്റെ ബുദ്ധിക്ക് അത് മനസ്സിലായില്ല. ലം യബ്ലഗ് പ്രാപിക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല. ഹു ആ ഹദീസ്, അഖലഹു ആർക്ക്? അവന്റെ ബുദ്ധിക്ക്. അപ്പൊ അവന്റെ ബുദ്ധിക്ക് ആ ഹദീസിനെ ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങനെ ഉണ്ടാവും. ചിലത് എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ ബുഖാരിയിലുള്ള ഹദീസായിരിക്കും. അപ്പൊ അതിനെ തട്ടുക എന്നുള്ളതാണ് പലരുടെയും സ്വഭാവം. പക്ഷെ അത് അഹ്ലുസുന്നത്തിന്റെ രീതിയിൽ എന്താ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഈ ഗ്രന്ഥം ലോകത്തുള്ള സലഫികൾ ആധികാരികമായി അംഗീകരിക്കുന്ന ഗ്രന്ഥാണ്. അപ്പൊ ഹദീസ് നിഷേധിക്കുന്ന ഒരാളോട് നമുക്ക് പറയാം, നിങ്ങൾ പറയുന്നത് എന്താണ്? അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിന് എതിരാണ്. അഹ്ലുസുന്നത്തിന്റെ വിശ്വാസത്തിന് എതിരാണെന്ന് മാത്രമല്ല, അഹ്ലുസുന്നയുടെ അടിസ്ഥാനപരമായി തന്നെ വിശദീകരിക്കപ്പെട്ട കാര്യങ്ങൾക്ക് എതിരാണ്. കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഇതിൽ പറയുന്നത് ഒരാൾക്ക് ഒരു ഹദീസിന്റെ തഫ്സീർ മനസ്സിലായിട്ടില്ല, ഒരാൾക്ക് ഒരു ഹദീസിന്റെ തഫ്സീർ തിരിഞ്ഞില്ല,
അതേപോലെ തന്നെ അവന്റെ ബുദ്ധിക്ക് അതിനെ പ്രാപിക്കാൻ സാധിച്ചില്ല, അവന്റെ ബുദ്ധിക്ക് അതിനെ ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അപ്പൊ എന്ത് ചെയ്യണം? അതിനൊരൊറ്റ തട്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? ഫഖദ് കുഫിയ ദാലിക, ഫഖദ് തീർച്ചയായും, കുഫിയ ദാലിക അവനത് മതിയാകുന്നതാണ്, അവന് മതിയാകുന്നതാണ്. ഫഖദ് കുഫിയ ദാലിക തീർച്ചയായും അവന് മതിയാകുന്നതാണ്. കഫ മതി, കഫാ ബില്ലാഹി ഷഹീദ, കഫ ഫഖദ് കുഫിയ തീർച്ചയായും മതി, മതിയാക്കപ്പെട്ടു, അല്ലെങ്കിൽ മതിയാകും, മതി, ദാലിക അത് മതിയാകും. വ ഉഹ്കിമ ലഹു, അഹ്കമ വിധിക്കുക, അല്ലെങ്കിൽ അതിന്റെ വിധിക്കനുസരിച്ച് പ്രവർത്തിക്കുക. അതിൽ വന്നിട്ടുള്ള കാര്യത്തെ ഉൾക്കൊള്ളുക. ഫഖദ് ഖുഫിയ ദാലിക അവന് മതിയാകുന്നതാണ്. വഉഹ്കിമ ലഹു അതിന്റെ വിധി അവൻ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അവനത് മതി, അതിന്റെ വിധി അവൻ സ്വീകരിക്കുകയും ചെയ്യേണ്ടതാണ്. ഫഅലൈഹി അപ്പോൾ അവന്റെ മേൽ ബാധ്യതയാണ് അൽ ഈമാനു ബിഹി. അപ്പൊ അവന് മതി, എന്ത് മതി? ഫഅലൈഹി അൽ ഈമാനു ബിഹി അവൻ എന്ത് ചെയ്താൽ മതി? ഫഅലൈഹി അവന്റെ മേൽ ബാധ്യതയാകുന്നു അൽ ഈമാനു ബിഹി എന്താണോ വന്നത്, നസ്സ് ആയി വന്നത് എന്താണോ അത് വിശ്വസിക്കുക എന്നത്, അതാണ് അവൻ ചെയ്യേണ്ടത്. വത്തസ്ലീമു ലഹു തസ്ലീം നമ്മൾ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. തസ്ലീം അതിന് പൂർണ്ണമായും കീഴ്പ്പെടുക, പൂർണ്ണമായും കീഴ്പ്പെടുക എന്നതാണ് അവൻ ചെയ്യേണ്ടത്. അപ്പം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇവിടെ പറഞ്ഞത്, ഇത് അടിസ്ഥാനമാണ്, ഉസൂലുകളിൽപ്പെട്ടതാണ്. ഏതെങ്കിലും ഒരു ഹദീസ് ഖദറിന്റെ വിഷയത്തിലാകട്ടെ അല്ലാതിരിക്കട്ടെ, ആ ഹദീസിന്റെ തഫ്സീർ, അതിന്റെ ആശയം, അതിന്റെ വിശദീകരണം അവന് മനസ്സിലായിട്ടില്ലെങ്കിൽ, അതല്ലെങ്കിൽ അവന്റെ ബുദ്ധിക്ക് തന്നെ ചിലപ്പോൾ അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അവൻ ചെയ്യേണ്ടത് എന്താണ്? അവൻ അതുകൊണ്ട് മതിയാക്കണം. ആ ഹദീസിൽ വന്നതിനനുസരിച്ച് അവനത് അമല് ചെയ്യണം, അല്ലെങ്കിൽ വിശ്വസിക്കണം. അതേപോലെ തന്നെ ഫഅലൈഹി അൽ ഈമാനു ബിഹി അത് വിശ്വസിക്കുക എന്നത് അവന്റെ മേൽ ബാധ്യത, അതാണ് അവൻ ചെയ്യേണ്ടത്. വത്തസ്ലീമു ലഹു അതിന് പൂർണ്ണമായും ആ പ്രമാണങ്ങളിൽ വന്നത് എന്താണോ അതിന് കീഴ്പ്പെടുകയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഖളാ ഖദറിന്റെ തന്നെ ചില ഹദീസുകൾ അത് ചില ആളുകളുടെ ബുദ്ധിക്കും യുക്തിക്കും അത് യോജിച്ചോളുന്നില്ല. അപ്പൊ ഇതൊരു പൊതു തത്വമാണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. ഖുർആനിലാകട്ടെ ഹദീസിലാകട്ടെ, അത് സിഫാത്തുകളുടെ വിഷയത്തിലാകട്ടെ അല്ലാത്ത വിഷയങ്ങളിലാകട്ടെ, ഏതെങ്കിലും ഒരു ഹദീസ് അതിന്റെ ആശയം നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നമുക്കത് തിരിഞ്ഞില്ല എന്ന് വെക്കുക. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ. അതേപോലെ തന്നെ നമ്മുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ലെങ്കിൽ, ചിലതൊക്കെ അങ്ങനെയാണ്, നമ്മുടെ ബുദ്ധിക്ക് അത് പറ്റിക്കൊള്ളുന്നില്ല. പക്ഷെ ഹദീസിലൊരു ഹുക്കം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് അത് ചെയ്യുക എന്നുള്ളത് അവന് ബാധ്യതയാണ്. അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള വിശ്വാസം എന്താണ് അത് അംഗീകരിക്കുക എന്നുള്ളത് അവന് നിർബന്ധമാണ്. ഫഅലൈഹി അൽ ഈമാനു ബിഹി വത്തസ്ലീമു ലഹു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, പ്രമാണങ്ങളിൽ വന്നത് അതങ്ങനെ തന്നെ അംഗീകരിക്കുക. അതെല്ലാം നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ യോജിച്ചോളുന്നില്ല. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് സൂറത്തുൽ കഹ്ഫിലുള്ളത്. അവിടെ വന്നിട്ടുള്ള 2-3 കാര്യങ്ങൾ, അത് ചില ആൾക്കാർ പറയും ഖുർആനിൽ വന്നതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നാ, അല്ലെ? അങ്ങനെ ചില സംഭവങ്ങളുണ്ട്. സൂറത്തുൽ കഹ്ഫിലെ ചില സംഭവങ്ങൾ, ഖളിർ അലൈഹിസ്സലാമിന്റെ കൂടെ മൂസാ നബി അലൈഹിസ്സലാമിന്റെ യാത്ര, അതിൽ ചെയ്യുന്നത് നമ്മുടെ ബുദ്ധിക്കോ യുക്തിക്കോ പറ്റും. നമ്മുടെ ബുദ്ധി യുക്തിയും പോട്ടെ, വഹി കിട്ടുന്ന മൂസാ നബി അലൈഹിസ്സലാമിന് അത് ഉൾക്കൊള്ളാൻ പറ്റുമോ?
മൂസാ നബി അലൈഹി സ്വലാമിന്റെ ബുദ്ധിക്ക് പറ്റിയോ? ആ രണ്ട് കാര്യങ്ങളോട് വന്നു. ഒരാൾക്ക് അതിന്റെ തഫ്സീർ തിരിഞ്ഞിട്ടില്ലെങ്കിൽ, അവന്റെ ബുദ്ധിക്ക് അല്ലെ അത് തലേക്ക് അത് കയറിയിട്ടില്ലെങ്കിലും എന്താ ചെയ്യേണ്ടി? അതനുസരിക്കുക വേണ്ട. അവർ ചെയ്ത എന്താ? അവരെ ഫ്രീ ആയിട്ടാണ് കപ്പലിൽ കൊണ്ടുപോയത്. ഖദിർ എന്ത് ചെയ്തു? കപ്പലിന് ഓട്ടം നിർത്തി, ദോരണ്ടാക്കി. മൂസാ നബി അലൈഹി സ്വലാം ചോദ്യം ചെയ്തില്ലേ? കാരണം നമ്മുടെ ബുദ്ധിക്ക് യോജിക്കണത് ഒരാൾ ഫ്രീ ആയിട്ട് നമ്മളെ കപ്പലിൽ കൊണ്ടിട്ട് ആ കപ്പലിന് ഓട്ടത്തുക എന്നുള്ളത്. ഖദിർ ഒന്നും മിണ്ടിയില്ല, താക്കീത് കൊടുത്തു. ഞാനോട് ആദ്യം പറഞ്ഞിട്ടുണ്ട് എന്ത്, എൻ്റെ കൂടെ എനിക്ക് ക്ഷമിക്കാൻ പറ്റൂല എന്നുള്ളത്. അങ്ങനെ കുറെ പോയി. പിന്നെ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു കുട്ടി അല്ലേ, ഒരു ബാലൻ, നല്ല സൗന്ദര്യമുള്ളൊരു ബാലൻ, ആ കുട്ടീനെ കൊന്നു. മൂസാ നബി അലൈഹി സ്വലാമിന് ഇത് സഹിക്കോ? നമുക്ക് ആർക്കെങ്കിലും സഹിക്കോ? ആ കുട്ടീനെ കൊന്നു, ഒന്നുമില്ല, ഒരു കാരണമല്ല. മൂസാ നബി അലൈഹി സ്വലാം ചോദ്യം ചെയ്തു, എന്താ നിരപരാധിയായ ഒരു കുട്ടീനെ കൊല്ലേ? നമ്മുടെ ബുദ്ധിക്ക് യുക്തിക്ക് യോജിക്കുന്നുണ്ടോ? മൂസാ നബി അലൈഹി സ്വലാമിന്റെ ബുദ്ധിക്ക് യോജിച്ചോ? അതുകൊണ്ടല്ല അദ്ദേഹം ചോദ്യം ചെയ്തത്. നിരപരാധിയായ ഒരു കുട്ടീനെ കൊല്ലേ? ഖദിർ പറഞ്ഞു, മിണ്ടാതെ പോകുന്നുണ്ട് ഇപ്പൊ ഇൽമു കിട്ടണമെങ്കിൽ എന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് പോയ ഗ്രാമത്തിലെത്തി, വിശന്നിട്ട് ഭക്ഷണം ചോദിച്ചു, കൊടുത്തില്ല. തിരിച്ചു പോരുമ്പോഴാണ് ഒരു മതില് അത് പൊളിഞ്ഞ് ദ്രവിച്ച് വീഴാനായിട്ട് കിടക്കാണ്. ഖദിർ എന്ത് ചെയ്യാണ്? അത് നേരെയാക്കി കൊടുക്കുകയാണ്. മൂസാ നബി അലൈഹി സ്വലാമിന് ദേഷ്യം കടിച്ചു. ദേഷ്യം കടിക്കൂലെ? അദ്ദേഹം ചോദിച്ചു, ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചിട്ട് തരാത്ത ആളുകളുടെ മതില് നേരാക്കി കൊടുക്കേ? അത് ഏതെങ്കിലും മനുഷ്യന്റെ ബുദ്ധിക്കോ യുക്തിക്കോ യോജിക്കും? പിന്നെ ആ കാര്യങ്ങള് വിശദീകരിച്ചു കൊടുത്തു അല്ലെ. ആ സംഭവങ്ങൾ വിശദമായിട്ട് സൂറത്ത് ഗഫിൽ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാല്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ബുദ്ധിക്ക് പോലും യുക്തിക്ക് പോലും ദേഷ്യമില്ല. പക്ഷെ ഖദിർ അലൈഹിസ്സലാം അതിന്റെ ഓരോ അല്ലെ ഒക്കെ അത് ചെയ്തെന്തായിരുന്നു? അതിന്റെ പിന്നിലൊരു ഇതുണ്ട്. അതാണ് അള്ളാന്റെ ഖദർ, അതാണ് അള്ളാന്റെ ഹിക്മത്ത്, അതാണ് അള്ളാന്റെ ഇൽമ്. അത് വിശ്വസിക്കുക. കാരണം നമ്മുടെ ബുദ്ധി, നമ്മുടെ മനുഷ്യന്റെ ബുദ്ധി എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ പരിമിതി എന്താ? ഒന്നുമല്ല. മനുഷ്യൻ എത്ര അഹങ്കരിച്ചാലും അത് മനുഷ്യന്റെ ബുദ്ധി എന്നുള്ളതൊന്നുമല്ല. അത് എത്രത്തോളം മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതി ഉണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഖദിർ അലൈഹിസ്സലാം ആ കാര്യങ്ങളൊക്കെ ചെയ്തത് കൃത്യമായിട്ട് അള്ളാഹുവിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. പക്ഷെ നമ്മുടെ ദൃഷ്ടിയിലൂടെ നോക്കുമ്പോൾ നമുക്കൊക്കെ ആയിട്ട് എന്തായിട്ട് തോന്നി? മൂസാ നബി അലൈഹി സ്വലാമിന് പോലും മൂസാ നബി അലൈഹി സ്വലാമിന്റെ ബുദ്ധിക്ക് അത് ചോദിച്ചില്ല. അദ്ദേഹം ചോദ്യം ചെയ്യാണ്, ചൂടാകുകയാണ്. എന്തിനാ കുട്ടീനെ കൊന്നത്? ഈ മതില് നേരാക്കി കൊടുത്തത് എന്തിന്? ഇങ്ങനെ ചോദ്യം ചെയ്യാണ് മൂസാ നബി അലൈഹി സ്വലാം. അപ്പോ അങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങള് അത് ഹദീസുകളിൽ വന്നിട്ടുണ്ടാവും. അത് നമ്മുടെ ബുദ്ധിക്ക് അത് യോജിച്ചിട്ടില്ലെങ്കിലും അത് പ്രമാണങ്ങളിൽ വന്നത് അങ്ങനെ തന്നെ അംഗീകരിക്കണം. അപ്പോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ഒരു ചരിത്രം, അത് വളരെ ശരിക്കും നമ്മുടെ മനസ്സിനെ ആകർഷിക്കുന്ന ഒരു ചരിത്രമാണ്. നമ്മളെ പ്രമാണങ്ങൾ ഒരിക്കലും എന്താക്കരുത്, നമ്മുടെ മുമ്പിൽ നടക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതവുമായി ബന്ധിക്കപ്പെടുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഹൈറാകട്ടെ ഷർറാകട്ടെ, അതിനൊന്നും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് അളന്നിട്ട് അത് അങ്ങനെയാണ് അതിങ്ങനെയാണ് അല്ലെങ്കിൽ ആ വിഷയത്തിൽ ചോദ്യം ചെയ്യാനോ ഒന്നും നമുക്ക് പാടില്ല. കാരണം എല്ലാറ്റിന്റെ പിന്നിലും എന്തുണ്ട്? അള്ളാഹിന്റെ ഒരു ഹിക്മത്തുണ്ട്, അള്ളാഹിന്റെ ഒരു തീരുമാനമുണ്ട്. ഖുർആനിലത് അള്ളാഹ് പറഞ്ഞല്ലോ, നിങ്ങളൊരു കാര്യം ഹൈറാണ് എന്ന് വിചാരിക്കും, പക്ഷെ അത് ശരിക്കും എന്തായിരിക്കും? ഷർറായിരിക്കും. എത്ര അനുഭവങ്ങൾ നമുക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ, എത്ര അനുഭവങ്ങൾ. അതേപോലെ തന്നെ നമ്മളൊരു കാര്യം ഷർറാണെന്ന് വിചാരിക്കും, അതെന്തായിരിക്കും? നമുക്ക് അത് ഹൈറായിരിക്കും. അതുകൊണ്ടാണ് അതിന് ഇമാം അഹ്മദ് നമ്പർ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ വന്നതെന്താണോ അതുകൊണ്ട് അത് മതിയാക്കണം, അതിൽ വിശ്വസിക്കണം. തസ്ലീം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായി ആ വന്നതെന്താണോ അതിന് കീഴ്പ്പെടുക എന്നുള്ളതാണ്.
ഉമ്മു സലമ റളിയല്ലാഹു അൻഹ അവരുടെ ചരിത്രത്തിൽ വലിയ സംഭവം എന്താ വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിനെ വല്ലാതാക്കുന്ന ഒരു സംഭവമാണ്. അതായത് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ട ഒരുപാട് ആദാബുകളുണ്ട്. അതിലൊന്നാണ് മരണ വാർത്ത കേട്ടാൽ എന്ത് പറയണം? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് പറയണം. അത് മരണ വാർത്ത കേട്ടാലല്ല, എന്ത് മുസീബത്ത് കേട്ടാലും അത് പറയണം എന്നുള്ളതാ അല്ലെ. നമ്മളാൾക്കാര് ഒരു ആക്സിഡന്റ് ഉണ്ടായി, നമ്മൾ ഇന്നാലില്ല പറഞ്ഞാൽ എന്ത് പറയും? അയ്യോ മരിച്ചിട്ടൊന്നുമില്ല ഇന്നാലില്ല പറയല്ലേ അറിയും. അതാണ് കോലം. അത് എന്ത് മുസീബത്താണെങ്കിലും അത് പറയണം എന്നുള്ളതാ. അതിന്റെ ബാക്കി ഭാഗത്തൊരു പ്രാർത്ഥന കൂടി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ പ്രാർത്ഥന പഠിച്ചിട്ടുണ്ടോ? അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി ഹാദാ വഖ്ലിഫ് ലി ഖൈറം മിൻഹ. അതുകൂടി ഹദീസിൽ വന്നിട്ടുണ്ട്. അതുകൂടി ചൊല്ലണം. വെറും ഇന്നാലില്ല പറഞ്ഞാൽ പോരാന്നുള്ളതാ. എന്തൊരു മുസീബത്ത് ഒരാൾക്ക് വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നത് പറയണം. എന്നിട്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി, അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി വഅഖ്ലിഫ് ലി ഖൈറം മിൻഹാ വഅഖ്ലിഫ് ലി ഖൈറം മിൻഹാ എന്നുള്ളത് പറയണം എന്നുള്ളതാണ്. അത് പല റിവായത്തുകളിലൂടെ അത് വന്നിട്ടുണ്ട്. അതെല്ലാം നമ്മുടെ വിഷയം. ആ പ്രാർത്ഥനകൾ പഠിച്ചു വെച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഏതൊരു മുസ്ലിമിനും ഒരു മുസീബത്ത് ബാധിച്ചാൽ ആദ്യം എന്ത് പറയണം? അള്ളാഹ് നിങ്ങൾക്ക് പഠിപ്പിച്ചു എന്നത് പറയണം. അതായത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണം. എന്നിട്ട് അല്ലാഹുമ്മ ഉജുർനി ഫീ മുസീബത്തി, അതേപോലെ തന്നെ വഅഖ്ലിഫ് ലി ഖൈറം മിൻഹ എന്നതും പറയണം. എന്താ അതിന്റെ അർത്ഥം? അള്ളാഹുവേ, എന്റെ ഈ മുസീബത്ത് എനിക്ക് ബാധിച്ചിരിക്കുന്നു, ഞാനത് ക്ഷമിക്കണം, അതുകൊണ്ട് എനിക്ക് പ്രതിഫലം നൽകണമേ. അതേപോലെ തന്നെ ഇതിനേക്കാൾ ഖൈറായത് എനിക്ക് പകരം നൽകുകയും ചെയ്യണമേ എന്നുള്ളത് ഒരാൾ പറയണം. എന്നിട്ട് ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് ഒരാൾ അങ്ങനെ പറഞ്ഞാൽ അള്ളാഹു അവൻ അതിനേക്കാൾ നല്ലത് പകരം കൊടുക്കാതിരിക്കുകയില്ല. അള്ളാഹ് അതിനേക്കാൾ നല്ലത് എന്തായാലും കൊടുക്കും എന്നുള്ളതാ. ഇവിടെ വിഷയം എന്താരോ, അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയണത്, ഞാനത് നബിയിൽ നിന്ന് പഠിച്ചു വെച്ചു. അങ്ങനെ എന്റെ ഭർത്താവ് മരിച്ചു. ആരാ? ഉമ്മു സലമ റളിയല്ലാഹുവിന്റെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹു പറയണത്, നബി പറഞ്ഞ ദുആണത്. ഞാൻ എങ്ങനെ അത് ചൊല്ലും? കാരണം ചൊല്ലാന്ന് പറഞ്ഞ അവര് പറയുന്നത് എന്താ വെച്ചാല്, അബൂ സലമയേക്കാൾ നല്ലൊരു ഭർത്താവിന് എനിക്ക് പകരം കിട്ടുമോ? ഉമ്മു സലമ അവരുടെ ബുദ്ധി കൊണ്ട് ചിന്തിക്കാണ്, കിട്ടുമോ? കാരണം അബൂ സലമ ആരാ? ഒരുപാട് ആദ്യമായിട്ട് ഹിജറ പോയത് എന്നുള്ള ഇത് ഒരുപാട് പ്രത്യേകതകളുള്ള സഹാബിയാണ് ആര്? അബൂ സലമ. അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ചിന്തിക്കുന്നത് എന്താണ്? ഈ പ്രാർത്ഥന അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിലുള്ളത് എന്താ? അള്ളാഹു എന്റെ ഈ മുസീബത്തിൽ എനിക്ക് പ്രതിഫലം നൽകണേ, ഇതിനേക്കാൾ നല്ല ഒന്ന് മറ്റൊന്ന് എനിക്ക് പകരം തരണേ. അബൂ സലമനേക്കാൾ നല്ലൊന്നും എനിക്ക് കിട്ടും? ഒരിക്കലും ഇല്ല. കാരണം സഹാബികളുടെ കൂട്ടത്തിൽ തന്നെ വേറെ ആരാ ഇത്രത്തോളം ശ്രേഷ്ഠതകളുള്ള ഒരു ഭർത്താവിന് എനിക്ക് കിട്ടുമോ? എന്നിട്ട് അവര് പറയുന്നത് എന്താ വെച്ചാല്, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്, ഖുൽതു ഫി നഫ്സി, ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു, ഉആദു ഖൈറൻ മിൻ അബീ സലമ. ഇത് ഹദീസിലുള്ളതാണ്. ഞാൻ എന്റെ മനസ്സിൽ ചിന്തിച്ചു, അബൂ സലമയേക്കാൾ, കാരണം ഈ പ്രാർത്ഥനയിലുള്ളത് അതാണല്ലോ, എനിക്ക് നല്ല ഇത് പകരം തരണേ, അബൂ സലമയേക്കാൾ നല്ല ഒരാളെ എനിക്ക് കിട്ടേ. എന്നിട്ട് അവര് പറയുന്നത് എന്താ അറിയോ? സുമ്മ ഖുൽതുഹ, ഞാൻ ആ പ്രാർത്ഥന ചൊല്ലി. അപ്പൊ അതൊരിക്കലും എന്താണ്, നമുക്ക് നമ്മുടെ യുക്തിക്ക് അത് ഒരിക്കലും യോജിക്കണമെന്നില്ല. ഉമ്മു സലമ അത് അനുഭവിച്ചു. കാരണം അബൂ സലമയേക്കാൾ ശ്രേഷ്ഠനായ മറ്റൊരാളാരുള്ളത്? പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഞാൻ ഇത് ചിന്തിച്ചുകൊണ്ട് ഞാൻ ആ ദുആ എന്ത് ചെയ്തു? സുമ്മ ഖുൽതുഹ, ഞാൻ ആ ദുആ പറഞ്ഞു. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറഞ്ഞത് എന്താ അറിയോ? പിന്നെ നമ്മളെന്താ ചരിത്രത്തിൽ വായിക്കുന്നത്? ഉമ്മു സലമ റളിയല്ലാഹു അൻഹക്ക് പകരം കിട്ടിയത് ആരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയുണ്ട്? അവര് മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് കാണാം, ഫഅലനി അല്ലാഹ്, അള്ളാഹ് എനിക്ക് പകരം തന്നത് മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കണ്ടോ? അപ്പൊ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവര് ചിന്തിച്ചത് അങ്ങനെയാണ്. ചിലതിന്റെ യുക്തി, അതിന്റെ ആശയം,
നമ്മുടെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളണമെന്നില്ല. പക്ഷെ ഹദീസാണ്, അത് വഹിയാണ്. പ്രമാണം അത് പ്രമാണാണ്, അത് അള്ളാഹുവിന്റെ വഹിയാണ്. ഇതേപോലെ തന്നെ മറ്റൊരു സംഭവമാണ് ഏത്, ഒരിക്കലും ഒരു മനുഷ്യന് യോജിക്കാത്ത, ഒരു ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു സംഭവമാണ് എന്ത്, ഹുദൈബിയ സന്ധി. അത് ഹദീസനെ വന്നിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു പറഞ്ഞിട്ടുണ്ട്, അയ്യുഹന്നാസ് ഇത്തഹിമു ഉഖൂലക്കും, ജനങ്ങളെ നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയെ തെറ്റിദ്ധരിച്ചോളി, അള്ളാന്റെ ദീനിനെ തെറ്റിദ്ധരിക്കാൻ നിൽക്കണ്ട. ആ പദപ്രയോഗം തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട്. ഹുദൈബിയ സന്ധിയോടെ ഉമർ റളിയല്ലാഹു പറഞ്ഞതായിട്ട് ഹദീസിലുണ്ട്. അതേപോലെ തന്നെ സഹ്ൽ ഇബ്നു ഹുനൈഫിന്റെ വാചകമായിട്ടും അത് ഹദീസിൽ വന്നിട്ടുണ്ട്. എന്താണ് ആ വാചകം? യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ഇത്തഹിമു അർറഇയ, നിങ്ങളുടെ റഅയിനെ നിങ്ങൾ തെറ്റിദ്ധരിച്ചോളി, അലദ്ദീനി, മതത്തിന്റെ കാര്യങ്ങളിൽ. അപ്പൊ ഒരു സംഗതി നമുക്കത് ബുദ്ധിക്ക്, നമ്മുടെ യുക്തിക്ക് അത് യോജിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്ക് തകരാറുണ്ട് എന്നുള്ളത് വിശ്വസിക്കാം. നേരത്തെ നമ്മൾ തേനിന്റെ സംഭവം പറഞ്ഞു. അവിടെ നബി പറഞ്ഞ എന്താ, സ്വദഖല്ലാഹ് കുഴപ്പമിരിക്ക, എന്റെ സഹോദരന്റെ വയറിനാണ്, അള്ളാഹ് പറഞ്ഞത് സത്യം. ആ ഒരു നിലവാരത്തേക്ക് നമ്മളെത്തണം. അത് ജിന്നോ സിഹറോ കണ്ണാറോ അല്ലെങ്കിൽ പിന്നെ പിശാച്ച് അല്ലെ, ഇപ്പൊ രക്തം സഞ്ചരിക്കുന്ന അല്ലെ, പിന്നെ മജറൽ അല്ലെ, ശൈത്താന്റെ സഞ്ചാരത്തെ കുറിച്ച് പറഞ്ഞത്, അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ. അതൊന്നും ഒരു ഈച്ച കുടിക്കുന്ന പാനീയത്തിൽ വീണാൽ ചെയ്യേണ്ടതുണ്ട്. ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടി കരയുന്നത് പിശാച്ച് കുത്തിയിട്ടാണ്. അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ, അങ്ങനെയുള്ള ഒരുപാട് ഹദീസുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ബുഖാരി തന്നെ വന്നിട്ടുള്ള മൂസാ നബി അലൈഹി സ്വലാം മലക്കുൽ മൗത്തിന്റെ കണ്ണടിച്ച് പൊട്ടിച്ചു എന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. അതിനെ പ്രബോധനത്തിലൊരുത്തനെ എഴുതിയത് പൊട്ടൻ കഥ എന്നുള്ളതാണ് അല്ലെ, പൊട്ടൻ കഥ. കാരണം അവന്റെ ബുദ്ധിക്ക് അത് ഉൾക്കൊള്ളണല്ലോ. ഇങ്ങനെ നമ്മുടെ നാട്ടിൽ തന്നെ ഇങ്ങനെയുള്ള ഹദീസുകളൊക്കെ കളിയാക്കുക, പരിഹസിക്കുക. അജ്വാക്കാരൊക്കെ തിന്നാല് സിഹറോ വിഷോ തീണ്ടൂല, ഇങ്ങനെയുള്ള ഹദീസുകൾ. എന്നിട്ട് അതിനെ പരിഹസിക്കുകയാണ് അല്ലെ, ഞങ്ങൾക്ക് വിഷമായി തരങ്ങൾ കുടുക്കി 7 അജ്വാക്കാർക്ക് ഞാൻ തരാം. ഹദീസ് ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. അതാണ് റസൂൽ പറഞ്ഞ ഹദീസുകളെ ടെസ്റ്റ് ചെയ്ത് നോക്കാണ്. ഇങ്ങനെ ഓരോന്നിനെയും. അപ്പോ എന്ത് തന്നെയാണെങ്കിലും ആ പ്രമാണങ്ങളിൽ വന്നത് അത് അങ്ങനെ തന്നെ അത് അംഗീകരിക്കുക എന്നുള്ളതാണ്. ഇനി നമ്മൾ പറയാൻ പോണ ഹദീസ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിൽ ഉമർ റളിയല്ലാഹു പറഞ്ഞ എന്താരോ, നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിനെ സൂക്ഷിച്ചോളി, പ്രത്യേകിച്ച് മതത്തിന്റെ വിഷയത്തിൽ. അത് അദ്ദേഹം പറയാനുള്ള കാരണം എന്താ, ഹുദൈബിയ സന്ധി ഏത് നിലക്ക് നോക്കിയാലും ഹുദൈബിയ സന്ധി എന്തായിരുന്നു, സ്വഹാബത്തിന്റെ കണ്ണിൽ അത് തീർത്തും പരാജയമായിരുന്നു. 100% പരാജയം. കാരണം ഉംറ ചെയ്യാൻ വേണ്ടി ചെന്നു, തടഞ്ഞു. ഉംറ ചെയ്യാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഈ കൊല്ലം നിങ്ങൾ തിരിച്ചു പോകണമെന്ന് പറഞ്ഞു. നബി അത് അംഗീകരിക്കാണ്. ഈ വർഷം ഉംറ ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോയിക്കൊള്ളണം. നബി അത് അംഗീകരിച്ചു. കരാർ ഇതാണ്, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ഖുറൈശികൾ പറഞ്ഞു, റഹ്മാൻ റഹീമോ, ഏതാടാ റഹ്മാൻ റഹീം? ബിസ്മില്ല എന്ന് എഴുതിക്കോ, വെട്ടി നബി, എന്നിട്ട് ബിസ്മില്ല, എന്നിട്ട് മിൻ മുഹമ്മദുൻ റസൂലുള്ളാഹ്. റസൂലുള്ളേ, റസൂൽ അത് അള്ളാന്റെ റസൂലാണെങ്കിൽ പിന്നെ ഞങ്ങൾ ഈ തമ്മിൽ തർക്കം വേണോ? അതുകൊണ്ട് മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് എഴുതിക്കോ, വെട്ടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹ് എന്നുള്ളത് വെട്ടിയിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് എഴുതി. ഇങ്ങനെ ഓരോന്നും അല്ലെ, ഓരോന്നും. ഇത്ര വർഷം യുദ്ധം ചെയ്യാൻ പാടില്ല, മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും വന്നാൽ ഞങ്ങൾ തിരിച്ച് വിടും. എന്നാൽ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ നിങ്ങൾ തിരിച്ചു വിടൂല. ആർക്കത് അംഗീകരിക്കാൻ പറ്റുക? ഉമർലാവ് വാളൂരി. ഉമർലാവ് ചോദ്യം ചെയ്തു, നമ്മളിങ്ങനെ നിന്ദ്യരായി ജീവിക്കണോ നബിയെ? നിങ്ങൾ അള്ളാന്റെ റസൂലല്ലേ എന്ന് പോലും ചോദിച്ചില്ലേ? ആ സംഭവത്തിൽ കാണാം, നിങ്ങൾ അള്ളാന്റെ നബിനെ അല്ലേന്ന് ആരും ഉമർലാവ് ചോദിക്കാണ്. ആ കോലത്തിലുള്ള തീരുമാനങ്ങൾ എടുത്തത്. പക്ഷെ അള്ളാഹ് ആ തീരുമാനത്തെ കുറിച്ച് പറഞ്ഞ എന്താ, ഇന്നാ ഫതഹനാക ഫതഹം മുബീന. നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ വല്ലതുണ്ടായിരുന്നു?
ഏത് നിലക്ക് നോക്കിയാലും നമുക്ക് പരാജയം, നമ്മുടെ ബുദ്ധി കൊണ്ടും യുക്തി എങ്ങനെ നോക്കിയാലും. പക്ഷെ അള്ളാഹ് അതിനെ കുറിച്ച് എന്താ പറഞ്ഞേ? ഒരു വലിയ മഹത്തായ വിജയം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. പിന്നീട് മക്ക വിജയത്തിന് തന്നെ കാരണമായി തീർന്നത് ഈ ഹുദൈബിയ സന്ധിയാണ്. ആ സംഭവത്തെ വിശദീകരിച്ചുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അയ്യുഹന്നാസ് ഇത്തഹിമു അർറഅയ അലദ്ദീനി. കണ്ടോ? അപ്പോ ഇങ്ങനെ എത്രയോ സംഭവങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എന്ത് സംഭവങ്ങളാണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത് ഈ ഒരു സംഗതിയാണ്. ഫമൻ ലം യഅരിഫ്, ഒരാൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, തിരിഞ്ഞിട്ടില്ലെങ്കിൽ, അറിഞ്ഞിട്ടില്ലെങ്കിൽ, തഫ്സീർ അൽ ഹദീസി, ഒരു ഹദീസിന്റെ തഫ്സീർ, വയബുലുഹു അഖലഹു, അവന്റെ ബുദ്ധിക്ക് അത് പ്രാപിക്കാൻ സാധ്യമായില്ലെങ്കിൽ, അവന്റെ ബുദ്ധിക്ക് അത് ഗ്രഹിക്കാൻ സാധ്യമായിട്ടില്ലെങ്കിൽ, ഫഖദ് കുഫിയ ദാലിക വഉഹ്കിമ ലഹു, അവൻ അതിന്റെ വിധിയെ സ്വീകരിക്കുകയും അതുകൊണ്ട് മതിയാക്കുകയുമാണ് ചെയ്യേണ്ടത്. ഫഅലൈഹി അൽ ഈമാനു ബിഹി, അത് വിശ്വസിക്കുകയാണ്, അത് നിർബന്ധമാകണം. വത്തസ്ലീമു ലഹു, പൂർണ്ണമായും അതിന് കീഴ്പ്പെടുകയാണ് അവൻ ചെയ്യേണ്ടത്. ഇനി ആ ഹദീസ് മിസ്ലു ഹദീസി അസ്സാദിഖിൽ മസ്ദൂഖ്, ഇനി ആ ഹദീസാണ് വിശദീകരിക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. വിഷയങ്ങൾ പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.